ഹലോ. അപ്പോൾ ഇപ്പോൾ 11:55 അപ്പോൾ 12 മണിയാകുമ്പോഴേക്കും മനൂസിൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കാമെന്നാണ് പറഞ്ഞേക്കണത്. അതിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ കുട്ടി വിളിക്കുവാണെങ്കിൽ നമുക്ക് 12 മണിയാകുമ്പോഴേക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കാം, വിളിക്കുമോ നോക്കാം. പിന്നെ എക്സാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങിക്കോട്ടെ, വിളിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ആ ഫ്രണ്ട് വിളിക്കുമ്പോൾ ഇരുന്നേക്കുവാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ രാവിലെ. അനു അനു അനുസേ അനുസേ അനു അനു അപ്പോൾ ഇതൊക്കെ അനൂസിന് സ്കൂളിൽ ഫ്രണ്ട്സ് കൊടുത്ത സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. കുറേ ലെറ്ററും കുറേ കാർഡ്സും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനൂസിന് ഗിഫ്റ്റ്. ഞാൻ പൊതിഞ്ഞൊന്നുമില്ല, പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. മീഷോന്ന് ഞാൻ മേടിച്ചാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടു വഴിയാണ്, ഉണ്ടു ആണ് അനൂസിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഡി 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 എങ്ങനെയുണ്ട് ഉണ്ടുവിൻ്റെ ഗിഫ്റ്റ്? ചേച്ചിക്ക് ഏത് ലൈറ്റ് വേണം അതെടുത്തോ. ഇഷ്ടായ? ഏതാണ് ഉദ്ദേശിച്ചത്? ഉണ്ടിനെ കൊണ്ട് കാണിച്ചു നോക്കി റിയാക്ഷൻ. ഞാൻ തട്ടാം. അടി അടി അവിടെ ഇവിടെ ഇവിടെ പക്ഷെ നിന്നെ കൊണ്ടുള്ളു അത് പറ്റാൻ പാടില്ലെന്ന് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോയിട്ട്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞപ്പം ഇന്ന് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ബർത്ത്ഡേ ഉള്ളവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അനൂസിന് കിട്ടിയത് ഈ ഒരു ഗിഫ്റ്റാണ്. ഇത് കൊന്തയാണ് കേട്ടോ. അത് കൊന്ത മാസം ആയതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതും കൊന്തകളും ഒക്കെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് തറവാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അനൂസിന് മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പള്ളിയത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ടൈം വൈകിയതുകൊണ്ട് അനൂസ് പറഞ്ഞ് അനൂസിന് മസാല ദോശ കിട്ടുന്ന വട മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വടയും കോഫിയും കൂടെ കുഴിച്ചിട്ട് നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയി. എക്സാം ആയതുകൊണ്ട് നേരത്തെ ചെല്ലണമായിരുന്നു അവർക്ക്. അപ്പോൾ നേരെ എക്സാമിന് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ബർത്ത്ഡേ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.